11 റക്അത്തിനേക്കാൾ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല. 11 റക്അത്തായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും അല്ലാത്തപ്പോഴും നിസ്കരിക്കാറുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ തറാവീഹ് 20 അത് ബിദ്അത്ത് തന്നെയാണ്. 11 റക്അത്തിൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല എന്ന് തറാവീഹ് 20 റക്അത്താണ് എന്നതിന് എണ്ണിയാലൊടുങ്ങാത്ത ഗ്രന്ഥങ്ങൾ നമ്മൾ ഉദ്ധരിച്ചു. 900 വർഷങ്ങൾക്കപ്പുറം ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ, ശറഹുൽ മുഹദ്ദബ് ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബിമാരെ ഒരുമിച്ച് കൂട്ടി 14 ഒരുമിച്ച് കൂട്ടിയ ആ ഹദീസാണ് നമ്മളുടെ തെളിവ്. അത് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏറ്റവും രസാവഹമായ ഒരു വിഷയം ഇവിടെ മാക്കാന യസീദു ഫി റമദാന വലാ ഫി ഗൈരി അലാ 11 റക്അ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനു ശരീഫിലും അല്ലാത്തപ്പോഴും 11നേക്കാളും വർദ്ധിപ്പിച്ചില്ല എന്ന് ലോകത്തുള്ള സകല പണ്ഡിതന്മാരും വിത്തറിന് തെളിവ് പറയുന്ന ഒരു ഹദീസാണ് ഇപ്പോൾ ഇവർ തെളിവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റമദാനിലും അല്ലാത്തപ്പോഴും, റമദാനിൽ പ്രത്യേകമായൊരു നിസ്കാരമാണ്, അതെവിടെ നിന്ന് കിട്ടി? 20 റക്അത്താണ് നമ്മൾ സമർത്ഥിച്ചത്. അതെവിടെ നിന്ന് കിട്ടി? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും എല്ലാ ഇമാമുമാരും വിത്തറിനെ കുറിച്ച് പറയുന്ന ഒരു അധ്യായം, ഖിയാമുൽ ലൈൽ തഹജ്ജുദിനെ കുറിച്ച് പറയുന്ന ഒരു അധ്യായം, എന്നിട്ടാണ് തറാവീഹിനെ കുറിച്ച് പറയുന്ന അധ്യായം, ലുഹാനെ കുറിച്ച് പറയുന്ന അധ്യായം, സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് വ്യത്യസ്തമായ ഹെഡിങ്ങുകൾ നൽകിയപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇത് വ്യത്യസ്തമായ നിസ്കാരങ്ങളാണ് എന്ന്. എല്ലാ ഗ്രന്ഥങ്ങളിലും വിത്തറിനെ കുറിച്ച് ബാബുൽ വിത്തർ കാണാം, ബാബു തറാവീഹ് കാണാം, ബാബു ഖിയാമുൽ ലൈൽ കാണാം. ഇങ്ങനെ വ്യത്യസ്തമായ ഹെഡിങ്ങുകളാണ് ഇമാമുമാർ നൽകിയത്. എന്നാൽ തറാവീഹിന്റെ തെളിവായിട്ട്, റമദാനിലെ പ്രത്യേകമായ ഈ നിസ്കാരത്തിന്റെ തെളിവായിട്ട് ഇവർ പറയുന്ന മാക്കാന യസീദു ഫി റമദാന അതല്ല തെളിവ്. പിന്നെയോ മൻകാമ റമദാന ഈമാനൻ വഹ്തിസാബൻ എന്ന ഹദീസാണ് തെളിവ്. അതുപോലെ തന്നെ വൽ അസ്ലു ഫീഹ മാ റവ ശൈഖാനി അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ മിൻ ജൗഫിൽ ലൈലി ലയാലിയ മിൻ റമദാൻ വസല്ല ഫിൽ മസ്ജിദി വസല്ല എന്ന് തുടങ്ങുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിച്ച ഹദീസ്, ആ ഹദീസാണ് തെളിവ്. അതേതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വന്നു 3 ദിവസം, 4ാമത്തെ ദിവസം സ്വഹാബിമാർ വർദ്ധിച്ചപ്പോൾ നബി തങ്ങൾ വന്നിട്ടില്ല, അവിടെ എണ്ണം പറഞ്ഞിട്ടില്ല. അതാണ് തറാവീഹിന്റെ തെളിവ്, അല്ലാതെ മാക്കാന യസീദു അല്ല. അതാണ് എല്ലാ ഇമാമികളും തറാവീഹിന്റെ തെളിവായിട്ട് പറഞ്ഞിട്ടുള്ളതും. എന്നാൽ നോക്കൂ, ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹുൽ ബുഖാരിയാണ്. ഇതിൽ കിതാബു സ്വലാത്തി തറാവീഹ് പറഞ്ഞിട്ട് ബാബു ഫദ്ലി മൻകാമ റമദാന കഴിഞ്ഞിട്ട് അത് ഹെഡിങ് പറഞ്ഞിട്ട് പിന്നെ 1, 2, 3, 4, 5, 6, 7 ഹദീസുകൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന മാക്കാന യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി എന്ന ഹദീസാണ് ഇവർ ഉദ്ധരിക്കാറ്. അതിൻ്റെ മുൻപൊക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച 3 ദിവസം നബി തങ്ങൾ വന്നു, 4ാമത്തെ ദിവസം വന്നില്ല, അത് ഫർലാകുമെന്ന പേടിയിൽ പിന്തിരിഞ്ഞു എന്ന ഹദീസാണ് തറാവീഹിന്റെ തെളിവ്. അത് ഇവരാരും പറയാറില്ല. ലോകത്തൊരു ഇമാമും പറയാത്തതാണ് തറാവീഹിന് തെളിവായി ഇവർ പറയുന്നത് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.